Hi everyone, welcome to another video of Human Resource Management. ഇന്ന് ഈ വീഡിയോയിൽ ഓർഗനൈസേഷൻ ചാർട്ടിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. The next is types of organization chart. Mainly there are three types of organization chart, that is there are three ways in which organization chart can be shown. That is the different types of organization chart. അപ്പോൾ 3 type of organization chart ആണ് വരുന്നത്. That is first one is horizontal chart, second one is vertical chart and third one is circular chart. First one is horizontal chart, that is also known as left to right chart, and second one is vertical chart, that is also known as top to bottom chart, and third one is circular chart, that may be in the shape of a circular. Okay, so these are the three important ways in which organization chart can be shown, that is the different types of organization chart. Then അതിൽ first one horizontal chart ആണ്. That is the horizontal chart moves from left to right. horizontal chart മൂവ് ചെയ്യുന്നത് from left to right ആണ്. അതായത് അതിൻ്റെ അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അതായത് കമ്പനീൻ്റെ ടോപ്പിലുള്ള പേഴ്സൺസ്, ടോപ്പ് അതോറിറ്റീസ് ലെഫ്റ്റിലോട്ടും, ദെൻ അതോറിറ്റി ഫ്ലോ ചെയ്യുന്നതിന് അനുസരിച്ചിട്ട്, അതായത് അതോറിറ്റി കുറഞ്ഞു വരുന്നതിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് റൈറ്റിലോട്ടും വരും. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ പൊസിഷൻ വരുന്നത് എക്സ്ട്രീം ലെഫ്റ്റിലാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് വരുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. ദെൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന, ഇപ്പോൾ സപ്പോസ് ജനറൽ മാനേജർ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്ന പേഴ്സൺ ജനറൽ മാനേജർ ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ലെഫ്റ്റിലേക്ക് അതിൻ്റെ പൊസിഷൻ മാറും. അങ്ങനെ ലാസ്റ്റ് വരുന്ന ഓപ്പറേറ്റിംഗ് പേഴ്സണൽ, അതായത് വർക്കേഴ്സ് വരുന്നത് ഏറ്റവും റൈറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ അതോറിറ്റി ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് അതിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ ചാർട്ട്. അപ്പോൾ ഇതാണ് ഹൊറിസോണ്ടൽ ചാർട്ടിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരുന്നത് ഏറ്റവും ലെഫ്റ്റ് സൈഡിലാണ്, അതായത് എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിലാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരിക. ദെൻ അതിനേക്കാളും കുറഞ്ഞ പൊസിഷനിൽ വരുന്ന ആൾക്കാർ, ദാറ്റ് ഈസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കുറച്ചും കൂടി ലെഫ്റ്റിലേക്ക് വരും. ദെൻ അതോറിറ്റി ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നെക്സ്റ്റ് വരുന്നത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹെഡ്സാണ്. മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻസ് മാനേജർ, പേഴ്സണൽ മാനേജർ. അപ്പോൾ അത് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വരും. ദെൻ ഏറ്റവും ലോ ലെവലിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺസ്, ദാറ്റ് ഈസ് കോമൺ വർക്കേഴ്സ്, എക്സ്ട്രീം റൈറ്റ് സൈഡിലാണ് വരുന്നത്. ദാറ്റ് ഈസ് ദി അതർ ലെവൽസിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൊറിസോണ്ടൽ. ദെൻ സെക്കൻഡ് വൺ ഈസ് വേർട്ടിക്കൽ ചാർട്ട്സ് ആണ്. വേർട്ടിക്കൽ ചാർട്ട്സ് എന്ന് പറയുമ്പോൾ അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത് ടോപ്പ് ടു ബോട്ടാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ വരുന്നത് മേജർ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന പേഴ്സൺസ് ആയിരിക്കും. ദാറ്റ് ഈസ് മേജർ ഫങ്ഷൻസ് അറ്റ് ദി ടോപ്പ്. മേജർ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും ടോപ്പിലും, ദെൻ സബോർഡിനേറ്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന പേഴ്സൺസ് ബോട്ടം ലെവലിലുമാണ് വരുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷണൽ ഹൈറാർക്കീൻ്റെ, ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത് ടോപ്പ് അതോറിറ്റീസും ഏറ്റവും ബോട്ടത്തിൽ വരുന്നത് ഓപ്പറേറ്റീവ് ലെവൽ വർക്കേഴ്സാണ്. ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പേഴ്സണലാണ് ഇൻ ദി കേസ് ഓഫ് വേർട്ടിക്കൽ ചാർട്ട്സ്. അപ്പോൾ വേർട്ടിക്കൽ ചാർട്ടിനൊരു എക്സാമ്പിളാണ് ഈ കൊടുത്തിട്ടുള്ള സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പിൽ വരുന്നത് കമ്പനിയിലുള്ള ടോപ്പ് ലെവൽ അതോറിറ്റീസാണ്. അപ്പോൾ ബോട്ടത്തിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് അതോറിറ്റിയിൽ കുറഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും വരിക, അതായത് പേഴ്സൺസ് ആയിരിക്കും വരിക. അപ്പോൾ ഡിഫറെൻറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺസ് അവരുടെ അതോറിറ്റിക്ക് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ പൊസിഷൻ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരും. അപ്പോൾ ഏറ്റവും ബോട്ടം ലെവലിൽ കോമൺ പേഴ്സൺസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് ലെവലിലുള്ള വർക്കേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ദെൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വരുന്നു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ അണ്ടറിൽ മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻസ് പേഴ്സണൽ മാനേജർ വരുന്നുണ്ട്. ദെൻ മാർക്കറ്റിംഗ് മാനേജറിൻ്റെ അണ്ടറിൽ റീജിയണൽ മാർക്കറ്റിംഗ് മാനേജേഴ്സ് വരുന്നു. അതിൻ്റെ താഴെ സെയിൽസ്മാൻ വരുന്നു. അപ്പോൾ ഇതാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം സപ്ലിമെൻ്ററി ചാർട്ട് പറയുന്നത് ഇത് മൊത്തം വരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ചാർട്ട് മൊത്തം വരുന്നതാണ് മാസ്റ്റർ ചാർട്ട് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ്റെ മൊത്തം ചാർട്ടാണ് മാസ്റ്റർ ചാർട്ട്. അതിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സപ്ലിമെൻ്ററി ചാർട്ട്. ഇപ്പോൾ ഇവിടെ ഇത്രയും വരുന്നത് മാർക്കറ്റിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്
ഡിപ്പാർട്ട്മെൻറ്റും, ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ അതേപോലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിനാൻസ് മാനേജർ, കൺട്രോളർ ഓഫ് ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് വരുന്നുണ്ട്. ദെൻ അക്കൗണ്ടൻറ്റ് വരുന്നു, അക്കൗണ്ട്സ് ക്ലർക്ക് വരുന്നു. അതേപോലെ തന്നെ പേഴ്സണൽ മാനേജർ, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പേഴ്സണൽ മാനേജർ ഹെഡായിട്ട് വരുന്നു. അവരുടെ കീഴിൽ ഇൻചാർജ് റിക്രൂട്ട്മെൻറ്റിന്, ഇൻചാർജ് ഇൻ ട്രെയിനിങ്, ഇൻചാർജ് ഇൻ അഡ്മിനിസ്ട്രേഷൻ, ദെൻ ക്ലർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് വെർട്ടിക്കൽ ചാർട്ടിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് തേർഡ് വൺ ആണ് സർക്കുലർ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സർക്കുലർ ചാർട്ട്സ്, ദാറ്റ് ഈസ് ഇൻ സർക്കുലർ ചാർട്ട് ദി ചീഫ് എക്സിക്യൂട്ടീവ് പൊസിഷൻ ഈസ് ഇൻ ദി മിഡിൽ ഓഫ് എ സീരീസ് ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഫോമാറ്റിലാണ് സർക്കുലർ ചാർട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഏറ്റവും ടോപ്പ് അതോറിറ്റി, ഇപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ആ സർക്കിളിൻ്റെ, സപ്പോസ് ഇതൊരു സർക്കിളാണെന്നുണ്ടെങ്കിൽ ആ സർക്കിളിൻ്റെ ഏറ്റവും മിഡിലാണ് ടോപ്പ് അതോറിറ്റി വരിക, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വരുന്നത്. ദെൻ മറ്റ് പൊസിഷൻസ് എല്ലാം ഇതിനോട് ചുറ്റപ്പെട്ടിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് പൊസിഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻ ആർ placed in such a way that the closer the position of the function to the center. അപ്പോൾ സെൻറ്ററിൽ ഏറ്റവും സെൻറ്ററിൽ വരുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ദെൻ ആ സർക്കിളിൽ നിന്ന് മാറി വരുമ്പോൾ അത് ഓപ്പറേറ്റീവ് ഫങ്ഷൻസിൽ വരുന്ന പേഴ്സൺസും ആയിരിക്കും. ദെൻ ഇതാണ് സർക്കുലർ ചാർട്ടിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ സർക്കുലർ ചാർട്ടിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സർക്കിളിൻ്റെ, ഇപ്പോൾ ഇവിടെ ഇത് ഒരു സർക്കിളാണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഏറ്റവും സെൻറ്ററിൽ വരുന്നത് ആ കമ്പനീൻ്റെ ടോപ്പ് അതോറിറ്റി ആയിരിക്കും. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് വരിക. ഓക്കെ, ദെൻ അതിനുശേഷം CEO വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സർക്കുലർ ചാർട്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും സെൻറ്ററിൽ കമ്പനീൻ്റെ ടോപ്പ് അതോറിറ്റി, ദെൻ അതിൻ്റെ കീഴിൽ വരുന്ന ആൾക്കാരാണ് നെക്സ്റ്റ് അവരുടെ നിയറസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ CEO വന്നു, ദെൻ CEOൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഡിഫറെൻറ്റ് പേഴ്സൺസ് ഉണ്ട്. വൈസ് പ്രസിഡൻറ്റ് സെയിൽസ്, അതായത് സെയിൽസ് മാനേജേഴ്സ്, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജർ, എൻജിനീയറിങ്ങിൽ വരുന്ന ആൾക്കാർ, അപ്പോൾ ഇങ്ങനെയുള്ളത് വരുന്നു. ദെൻ അതർ ഡയറക്ടർ ഓഫ് പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജേഴ്സാണ് നെക്സ്റ്റ് ഇവിടെ അസിസ്റ്റൻറ്റ് മാനേജേഴ്സായിട്ട് വരുന്നു. ദെൻ അതിന് താഴെയുള്ള പേഴ്സൺസ് നെക്സ്റ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ ലാസ്റ്റ് സർക്കിളിൻ്റെ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ, അതായത് ഈ ലാസ്റ്റ് ഭാഗത്ത് വരുന്നത് കോമൺ വർക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കിളിൻ്റെ ഫോമിൽ ലൈൻ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ കാണിക്കുന്നതാണ് സർക്കുലർ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർക്കുലർ ചാർട്ടിൽ ഏറ്റവും സെൻറ്ററിൽ വരുന്നത് കമ്പനീൻ്റെ ടോപ്പ് അതോറിറ്റീസ് ആയിരിക്കും. ദെൻ ലാസ്റ്റിൽ വരുന്നത് കോമൺ പേഴ്സൺസ് അല്ലെങ്കിൽ നോർമൽ വർക്കേഴ്സ് ആയിരിക്കും.